ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു സൈലം SSC ആൻഡ് RRB. അപ്പോൾ SSC നോട്ടിഫിക്കേഷനുകളിൽ ഏറ്റവും കൂടുതൽ വേക്കൻസിയോട് കൂടെ വരുന്ന നോട്ടിഫിക്കേഷനാണ് SSC GD എന്ന് പറയുന്നത്, ജനറൽ ഡ്യൂട്ടി ഫോർ കോൺസ്റ്റബിൾ കാറ്റഗറി. അതായത് ഇന്ത്യയിലെ വിവിധ പാരാമിലിറ്ററി ഫോഴ്സുകളിലെ കോൺസ്റ്റബിൾ കാറ്റഗറിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന എക്സാമാണ് SSC GD എന്ന് പറയുന്നത്. അതിന് നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. നമുക്ക് ആ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 1 തീയതി മുതൽ ഡിസംബർ 31 വരെ കറക്റ്റ് ഒരു മാസം ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആണ്. എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളിലായിരിക്കും. 2026 നെക്സ്റ്റ് ഇയർ ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളായിരിക്കും ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. സോ നമുക്കറിയാം ഇതിൻ്റെ വിവിധ പാരാമിലിറ്ററി ഫോഴ്സുകൾ നമുക്കറിയാവുന്നതാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, സശസ്ത്ര സീമാബല്, ITBP അഥവാ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, ആസാം റൈഫിൾസ്, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് തുടങ്ങിയിട്ടുള്ള ഇത്തരം ഫോഴ്സുകളിലേക്കെല്ലാമുള്ള ഇൻഡിവിജ്വൽ വേക്കൻസികൾ, ഓൾ ഇന്ത്യ വേക്കൻസികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വേക്കൻസികളും കൂടെ ആഡ് ചെയ്താൽ വരുന്ന ഓൾ ഇന്ത്യ ടോട്ടൽ വേക്കൻസി 25,487 വേക്കൻസികളാണ് SSC GDക്കുള്ളത്. വളരെ വലിയൊരു വേക്കൻസി തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എങ്കിൽ നിങ്ങൾ SSC GD എക്സാം എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18നും 23നും ഇടയിലാണ് ഏജ് ലിമിറ്റ് എങ്കിൽ നിങ്ങൾക്ക് SSC GD എക്സാം എഴുതാം. നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് റീസണിങ്, അതുപോലെ തന്നെ GK, മാത്സ്, ഇംഗ്ലീഷ്. സാധാരണ SSC സിലബസ് തന്നെയാണ് ഇതിനുള്ളത്. 20 ക്വസ്റ്റ്യൻസും 40 മാർക്കും വീതമായിരിക്കും ഇതിൻ്റെ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. 1 മണിക്കൂറായിരിക്കും നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. മെയിൽ ഫീമെയിൽ കാറ്റഗറിക്കുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. അതായത് 5 കിലോമീറ്റർ 24 മിനിറ്റ് ആണ് മെയിലിനെങ്കിൽ 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ്സ് ആണ് ഫീമെയിലിനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്. ഹൈറ്റ്, അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഷനും വെയ്റ്റുമാണ് ഇതിൽ നോക്കുന്നത്. നോട്ടിഫിക്കേഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത്തരം എക്സാമുകൾക്കായിട്ട് അല്ലെങ്കിൽ SSC GD എക്സാമിനായിട്ടുള്ള നമ്മുടെ ഓൺലൈൻ ബാച്ച്, SSC GD ഓൺലൈൻ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ വരുന്ന ഡിസംബർ 1 വീക്ക് തന്നെ നമ്മുടെ ഈ ബാച്ചിലെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഈ വരുന്ന SSC GD എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.